എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കാം. സെൻട്രൽ ടെൻഡൻസി എന്ന ടേം ആദ്യമായി ഉപയോഗിച്ചത് 1920കളിലാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റാ സെറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ പൊതുവായ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന ഒരു സെൻട്രൽ പോയിന്റിനെയാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തന്നിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയിൽ നിന്ന് അതിൻ്റെ കോമൺ ആയ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടുന്ന ഒരു സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വാല്യൂവിനെ അല്ലെങ്കിൽ ഒരു ഫിഗറിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ആവറേജ്. ആ സെൻട്രൽ പോയിന്റിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റാ സെറ്റിലുള്ള എല്ലാ വേരിയബിൾസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ വാല്യൂസിൻ്റെയും പൊതുവായ സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒരു സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഹോൾ ഡാറ്റയുടെ കോമൺ ആയിട്ടുള്ള നേച്ചറിനെയാണ്. അതുകൊണ്ട് തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ അല്ലെങ്കിൽ ആ ആവറേജ് വാല്യൂവിനെ അല്ലെങ്കിൽ ആവറേജ് വാല്യൂവിനെ സെൻറ്റർ ഓർ ലൊക്കേഷൻ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ ആവറേജസ് എന്നും പറയാറുണ്ട്. കാരണം ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കുന്ന സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ ആവറേജ് പോയിന്റ് ആണ്. ഇനി നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയാം. ആദ്യത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് ഗീവ്സ് എ ജനറൽ ഐഡിയ അബൌട്ട് ദ ഹോൾ ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ ഫിഗറിനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂവിനെ ആവറേജ് ആയി നമ്മൾ കണ്ടെത്തുന്നു. ആ ഇൻഡിവിജ്വൽ ഫിഗർ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ആ ഹോൾ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഡാറ്റാ സെറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വാല്യൂസിൻ്റെയും പൊതുവായ സവിശേഷതകളെ ഉൾക്കൊള്ളുന്നതായിരിക്കും. ആ ഒരു സിംഗിൾ വാല്യൂ ആ ഹോൾ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയയാണ് നമുക്ക് നൽകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സ്കൂൾ എടുക്കുക. ആ സ്കൂളിലെ ഒരു ക്ലാസ് റൂം. ആ ക്ലാസ് റൂമിൽ ഒരു 60 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 60 കുട്ടികളുടെയും പെർഫോമൻസ് അല്ലെങ്കിൽ പഠന നിലവാരം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ക്ലാസ് റൂമിൻ്റെ ആവറേജ് ആണ് കണക്കാക്കുന്നത്. ആവറേജ് കിട്ടുന്ന വാല്യൂ ആ ഹോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഹോൾ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇൻഡിവിജ്വൽ വാല്യൂ ആ ഒരു ഹോൾ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ കോമൺ ഫീച്ചറിനെ അല്ലെങ്കിൽ നേച്ചറിനെ കാണിക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സമ്മറൈസിങ് ഡാറ്റ. ആവറേജസ് അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി ന്യൂമറിക്കൽ ടേംസിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ നമ്പേഴ്സ് ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡാറ്റയുടെ പൊതുവായ സവിശേഷതയെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഹോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഡാറ്റയുടെ സവിശേഷത എന്താണെന്ന് ആ ഒരു ഇൻഡിവിജ്വൽ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഹോൾ ഡാറ്റയെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ ആ ഒരു ഇൻഡിവിജ്വൽ ഫിഗർ ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. അതായത് നമ്മളൊരു ഡിവിഷനിലെ സ്റ്റുഡൻസിനെ കുറിച്ച് അനാലിസിസ് നടത്തുന്നു. നമുക്ക് 2 സ്റ്റുഡൻസിനെ എടുക്കാം ഒരു ക്ലാസ് റൂമിൽ. അപ്പോൾ നമ്മൾ ആ 2 സ്റ്റുഡൻസിൻ്റെയും ഡിഫറെൻറ്റ് സബ്ജക്റ്റിലുള്ള മാർക്കിനെ കുറിച്ചാണ് അനാലിസിസ് നടത്തുന്നതെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിലുള്ള മാർക്കിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ആ കുട്ടി ഏത് സബ്ജക്റ്റിലാണ് വീക്ക്, ഏത് സബ്ജക്റ്റിലാണ് എക്സലൻ്റ് ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ അനാലിസിസിലൂടെ അറിയാൻ സാധിക്കും. അതാണ് സമ്മറൈസിങ് ഡാറ്റ. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇറ്റ് ഹെൽപ്പ് കമ്പാരിസൺ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിൽ 2 സ്റ്റുഡൻസിൻ്റെയും ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ കിട്ടിയിട്ടുള്ള മാർക്കിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. 2 ക്ലാസ് റൂമുകൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എ ഡിവിഷൻ ബി ഡിവിഷൻ അങ്ങനെ 2 ഡിവിഷൻ എടുക്കുകയാണെങ്കിൽ 2 ഡിവിഷനിലെയും ആവറേജസിനെ തമ്മിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ആവറേജിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് ക്ലാസ്സാണ് മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എക്സലൻറ്റ് ചെയ്യുന്നത്, ഏത് ക്ലാസ്സിനാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് ലഭിക്കും. അതാണ് കമ്പാരിസൺ പോസിബിളാണ്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ്. ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ 2 സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിലൊരു സ്റ്റുഡൻറ്റിന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്സിൽ ഇപ്പോൾ വീക്കാണെന്ന് വിചാരിക്കുക. മറ്റേ കുട്ടി മാത്സിൽ എക്സലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മാത്സിൽ വീക്കായ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും.
ഇങ്ങനെ ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ആവറേജസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ക്യാരക്ടറിസ്റ്റിക് മനസ്സിലാക്കുന്നത് വഴി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. 5th പോയിന്റ് ആണ്, ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പ്രധാനമായും ചെയ്യുന്നത് തന്നിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ സമ്മറിയെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രധാനമായിട്ടും സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് വഴി അനാലിസിസ് ഡാറ്റയെ വ്യക്തമായി അനലൈസ് ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ലാസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് റെപ്രസെൻറ്റ് ദ യൂണിവേഴ്സ്. ആദ്യമേ തൊട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു ഹോൾ ഡാറ്റ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ അനാലിസിസ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ ആവറേജ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ആണ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് മീനിനെ കുറിച്ചാണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു ഹോൾ ഡാറ്റയെ 1 ഫിഗർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ നൽകിയിട്ടുണ്ടാകും. ആ സെറ്റ് ഓഫ് ഡാറ്റയുടെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിംഗിൾ ഫിഗറിലൂടെ ആ ഹോൾ ഡാറ്റയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പ്രധാനമായും അരിത്തമെറ്റിക് മീൻ 2 തരമാണുള്ളത്, സിമ്പിൾ അരിത്തമെറ്റിക് മീനും വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ. സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എല്ലാ വാല്യൂസിനും, അതായത് ആ സെറ്റ് ഓഫ് ഡാറ്റയിൽ നൽകിയിട്ടുള്ള എല്ലാ വേരിയബിൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസ്, തുല്യമായ പ്രാധാന്യമാണ് നൽകുന്നത്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. ഒരു ക്ലാസ് റൂമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ 60 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 60 വാല്യൂസ് ഉണ്ടെങ്കിൽ ആ 60 വാല്യൂസിനും അല്ലെങ്കിൽ 60 സ്റ്റുഡൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും സിമ്പിൾ അരിത്തമെറ്റിക് മീനിലൂടെ നൽകുന്നത്. എന്നാൽ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് വെയ്റ്റ് നൽകുന്നു. അവിടെ എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല നൽകുന്നത്. നമ്മളിന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് മീനിനെ കുറിച്ചാണ്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് മാത്രം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് മാത്രമായിരിക്കും ഇൻഡിവിജ്വൽ സീരീസിൽ നൽകിയിട്ടുണ്ടാവുക. കുറച്ച് വാല്യൂസ് മാത്രം, നമ്പർ ഓഫ് വാല്യൂസ് മാത്രമേ നൽകിയിട്ടുണ്ടാവുള്ളൂ. ഫർദർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇൻഡിവിജ്വൽ സീരീസിൽ നൽകിയിട്ടുണ്ടാവില്ല. ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ സീരീസിൽ നൽകിയിട്ടുള്ള ഡാറ്റയുടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ വാല്യൂ ആണ്, തന്നിരിക്കുന്ന ഡാറ്റ, അതിനെയാണ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്മ എക്സ് ഈസ് ദ സം ഓഫ് ഓൾ ദ വാല്യൂസ് ഗിവൺ. അതായത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ആകെ തുക അല്ലെങ്കിൽ സം ടോട്ടലിനെയാണ് സിഗ്മ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ എൻ ഈസ് ദ നമ്പർ ഓഫ് വാല്യൂസിൻ്റെ എണ്ണത്തെയാണ് എൻ സൂചിപ്പിക്കുന്നത്. എക്സ് ബാർ അരിത്തമെറ്റിക് മീനിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതായി ഡയറക്റ്റ് മെത്തേഡിലൂടെ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ളത് 10 ഫാമിലിയുടെ ഡെയിലി ഇൻകത്തിൻ്റെ ഇൻഫർമേഷനാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. 10 ഫാമിലീസിൻ്റെ വാല്യൂസാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ടേബിളിൻ്റെ ഹെഡിങ് ഇൻകം അല്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വാല്യൂസ് തന്നെയാണ്. അതിനുശേഷം തന്നിട്ടുള്ള ഡാറ്റയെ നമ്മൾ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ടോട്ടലാണ്, അതായത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ടോട്ടലിനെയാണ്. അപ്പോൾ നമുക്ക് ആ കോളം ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 500 ആണ്. ഇനി നമുക്ക് വേണ്ടത് എൻ ആണ്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ 10 വാല്യൂസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ എക്സിൻ്റെ വാല്യൂ 500 എന്നും എന്നിൻ്റെ വാല്യൂ 10 എന്നും കിട്ടി. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 500ഉം ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 10ഉമാണ്. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു ₹50 ആണ് ഈ ഡെയിലി ഇൻകത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ.
ഇവിടെ എ എന്ന് പറയുന്നത് അസ്യൂംഡ് ആവറേജ് ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഗറിനെ നമുക്ക് ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. അതായത് അസ്യൂംഡ് ആവറേജും വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓരോ വാല്യൂവിൽ നിന്നും തന്നിരിക്കുന്ന ഓരോ വാല്യൂവിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ് ഡി എന്ന് പറയുന്നത്. സിഗ്മ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറൻസ് കിട്ടിയ എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സിഗ്മ ഡി. എന്ന് പറയുന്നത് വാല്യൂസിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. എക്സ് ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ എങ്ങനെയാണ് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, കുറച്ച് വാല്യൂസ് നൽകിയിട്ടുണ്ട്. ആ വാല്യൂസിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടേബിൾ ഫോർമാറ്റിൽ തന്നെ ചെയ്തു തുടങ്ങാം. 2 കോളം വരുന്ന ഒരു ടേബിളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സ് വാല്യൂസ് ആണ്. അതായത് തന്നിരിക്കുന്ന വാല്യൂസിനെയാണ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന അസ്യൂംഡ് ആവറേജ് എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എക്സ് വാല്യൂസ് എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ കോളമാണ് ഡി, അതായത് ഡിഫറൻസ് കാണാനായിട്ട് എക്സ് മൈനസ് എ, അതായത് തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്യുക. ഇവിടെ നൽകിയിട്ടുള്ള വാല്യൂ, ആദ്യത്തെ വാല്യൂ 45 ആണ്. ഇപ്പോൾ 45ൽ നിന്നും അസ്യൂംഡ് ആവറേജ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 55 ആണ്. അപ്പോൾ 45 മൈനസ് 55 എന്ന് പറയുന്നത് -10 ആണ്. അതുപോലെ തന്നെ അടുത്ത വാല്യൂ എടുക്കാം. 48 ആണ് അടുത്ത വാല്യൂ. അപ്പോൾ 48 മൈനസ് 55 -7 ആണ്. ഇപ്രകാരം എക്സ് വാല്യൂസിൻ്റെ എല്ലാം കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഡി കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് സിഗ്മ ഡി ആണ്. അതായത് ഡിയുടെ സം ടോട്ടൽ, ആകെ തുകയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഡി എമൗണ്ട് എല്ലാം കൂടി ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം, എങ്കിൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സിഗ്മ ഡി 7 എന്ന് കിട്ടി. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. ഇവിടെ 10 വാല്യൂസ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ n = 10 ആണ്. ഇനി അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ = a പ്ലസ് സിഗ്മ ഡി ബൈ n ആണ്. a എന്ന് പറയുന്നത് 55 ആണ്. 55 പ്ലസ് സിഗ്മ ഡി എന്ന് പറയുന്നത് 7 ആണ്. n എന്ന് പറയുന്നത് 10 ആണ്. 55 പ്ലസ് 7/10 = 55 പ്ലസ് 0.7, അതായത് 7 ഡിവൈഡ് ചെയ്യുക 10 കൊണ്ട് 0.7 ആണ് കിട്ടുക. 55 പ്ലസ് 0.7 = 55.7. ഷോർട്ട് കട്ട് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 55.7. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ സീരീസിലെ പോലെ വാല്യൂസ് നൽകിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും നൽകിയിട്ടുണ്ടാവും. ഒരു വാല്യൂ എത്ര തവണ ആ ഡാറ്റ സെറ്റിൽ വരുന്നു എന്നതിനെയാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 എന്നതാണ് വാല്യൂ എന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ആ ഡാറ്റ സെറ്റിൽ 20 എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ വേരിയബിള് 3 തവണ വന്നിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസിൽ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും നൽകിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായുള്ള ഇക്വേഷനാണ് എക്സ് ബാർ = സിഗ്മ fx ഡിവൈഡഡ് ബൈ n. ഇവിടെ എക്സ് എന്ന് സൂചിപ്പിക്കുന്നത് വാല്യൂ ഓഫ് വേരിയബിൾ തന്നെയാണ്. എഫ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാല്യൂ ആ ഡാറ്റ സെറ്റിൽ എത്ര തവണ വന്നിട്ടുണ്ട് അതിനെയാണ് ഫ്രീക്വൻസി കൊണ്ട് സൂചിപ്പിക്കുന്നത്. സിഗ്മ fx കൊണ്ട് സൂചിപ്പിക്കുന്നത് തന്നിട്ടുള്ള ഓരോ വാല്യൂവിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂസിനെ ടോട്ടൽ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. അതായത് എഫ് ഇൻറ്റു എക്സ്, അതിൻ്റെ ടോട്ടലാണ് സിഗ്മ fx. n സൂചിപ്പിക്കുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ സ്മോൾ n ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സ്മോൾ n സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. എന്നാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ n ആണ്. ക്യാപിറ്റൽ n എക്സ്പ്രസ് ചെയ്യുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്. അതായത് ഓരോ വാല്യൂസിനും നൽകിയിട്ടുള്ള ഫ്രീക്വൻസിയുടെ സം ടോട്ടൽ, അതിനെയാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്.
എക്സ് ബാർ അരിത്തമെറ്റിക് മീനിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡിലൂടെ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ നൽകിയിട്ടുണ്ട്, വാല്യൂസ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ ഫോം ചെയ്യാം. ആദ്യത്തെ കോളം എക്സ് ആണ്, അതായത് തന്നിട്ടുള്ള വേരിയബിൾസിൻ്റെ വാല്യൂ. സെക്കൻഡ് കോളം എഫ് ആണ്, അതായത് ഫ്രീക്വൻസി. വാല്യൂസിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനുശേഷം എഫ് എക്സ് ആണ് അടുത്ത കോളം. എഫ് എക്സ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നിരിക്കുന്ന വാല്യൂവും ഫ്രീക്വൻസിയും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം എന്താണോ അതാണ് എഫ് എക്സ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ 5 ആണ്. 5നെ അതിൻ്റെ ഫ്രീക്വൻസി ആയ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 75 ആണ് എഫ് എക്സ് ആയിട്ട് ലഭിക്കുന്നത്. രണ്ടാമത്തെ വാല്യൂ 15 ആണ്. 15ൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 15നെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 300 ആണ്, അല്ലെങ്കിൽ 300 ആണ് എഫ് എക്സ് ആയിട്ട് ലഭിക്കുന്നത്. ഇപ്രകാരം തന്നിരിക്കുന്ന വാല്യൂസിനെ അതിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് ഗുണിച്ച് നമുക്ക് എഫ് എക്സ് കണ്ടെത്താനാവും. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിഗ്മ എഫ് എക്സ് ആണ്, അതായത് എഫ് എക്സിൻ്റെ സം ടോട്ടൽ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് തേർഡ് കോളം ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് 12,600 എന്ന് ലഭിക്കും. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എൻ ആണ്, അതായത് ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോളമായ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എൻ 250 എന്ന് ലഭിക്കും. ഇപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് 12,600ഉം എൻ 250യും ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ടുള്ള ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇവിടെ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 12,600ഉം എൻ എന്ന് പറയുന്നത് 250യുമാണ്. 12,600 ഡിവൈഡഡ് ബൈ 250 ഇസ് ഈക്വൽ ടു 50.4. അതായിരിക്കും അരിത്തമെറ്റിക് മീൻ. ഇനി നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് ഡിസ്ക്രീറ്റ് സീരീസിലെ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായുള്ള ഇക്വേഷൻ ആണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസ്യൂംഡ് ആവറേജ് ആണ്. ഡി ഡിനോട്ട് ചെയ്യുന്നത് തന്നിട്ടുള്ള വാല്യൂവിൽ നിന്ന് അസ്യൂംഡ് ആവറേജിനുള്ള വ്യത്യാസത്തെയാണ്. സിഗ്മ എഫ് ഡി സൂചിപ്പിക്കുന്നത് തന്നിരിക്കുന്ന വാല്യൂസും അസ്യൂംഡ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഡി ഓരോ വാല്യൂസിൻ്റെയും കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂസിൻ്റെ സം ടോട്ടൽ ആണ്. എൻ ഈസ് ദ ടോട്ടൽ ഫ്രീക്വൻസി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ എൻ സൂചിപ്പിക്കുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയെയാണ്. എക്സ് ബാർ അരിത്തമെറ്റിക് മീനിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നൽകിയിട്ടുള്ളത്. വാല്യൂസ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും നമുക്ക് അവൈലബിൾ ആണ്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു ടേബിൾ ഫോം ചെയ്യാം. ആദ്യത്തെ കോളം എക്സ് ആണ്, അല്ലെങ്കിൽ വാല്യൂസ് ആണ്. തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മളൊരു ടേബിളായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോളം എഫ് ആണ്, അതായത് ഓരോ വാല്യൂസിനും നേരെയുള്ള കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ എഫ് കോളത്തിൽ എഴുതുന്നത്. തേർഡ് കോളം ഡി ആണ്. ഡി ഡിനോട്ട് ചെയ്യുന്നത് ഡിഫറൻസ് ആണ്, അതായത് തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്താണോ അതാണ് ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർത്ത് കോളം എഫ് ഡി ആണ്. ഓരോ ഡിഫറൻസിനെയും അതിൻ്റെ ഫ്രീക്വൻസി, ഓരോ വാല്യൂസിൻ്റെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഡി. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു അസ്യൂംഡ് ആവറേജ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ നമ്മൾ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 35 ആണ്. അപ്പോൾ ഞാൻ 35നെയാണ് അസ്യൂംഡ് ആവറേജ് അല്ലെങ്കിൽ എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ വാല്യൂവിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്താണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ 5 ആണ്. നമുക്ക് 5ൽ നിന്നും അസ്യൂംഡ് ആവറേജ് ആയ 35 മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് -30 ആണ്. ഇനി രണ്ടാമത്തെ വാല്യൂ 15 ആണ്. 15ൽ നിന്നും നമുക്ക് 35 മൈനസ് ചെയ്യുമ്പോൾ ഡി കിട്ടുന്നത് -20 ആണ്. ഇപ്രകാരം എല്ലാ വാല്യൂസിൽ നിന്നും അസ്യൂംഡ് ആവറേജിനെ നമുക്ക് മൈനസ് ചെയ്ത് ഡി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർത്ത് കോളമാണ് എഫ് ഡി. എഫ് ഡി ഡിനോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസിയും
ഡിഫറൻസ് ഡിയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂവിനെയാണ്. അപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 15 ആണ്, 15. ഡിഫറൻസ് എന്ന് പറയുന്നത് -30 ആണ്. 15ഉം -30ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിച്ച് നമുക്ക് കിട്ടുന്നത് -450 ആണ്, 450 ആണ്. രണ്ടാമത്തെ ഫ്രീക്വൻസി 20 ആണ്. ഡി എന്ന് പറയുന്നത് -20 ആണ്, -20 ആണ്. എഫ് ഡി എന്ന് പറയുന്നത് 20 × -20 = -400. ഇതുപോലെ തന്നെ തന്നിരിക്കുന്ന ഫ്രീക്വൻസികളെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഫ് ഡി കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. ഇക്വേഷൻ എന്ന് പറയുന്നത് a+σFD / n ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എ ആണ്. എ നമ്മൾ 35 എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് σFD ആണ്, അതായത് എഫ് ഡി കോളത്തിൻ്റെ ടോട്ടൽ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എഫ് ഡിയുടെ വാല്യൂസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3850 ആണ്. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എൻ ആണ്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഫ്രീക്വൻസി കോളം ടോട്ടൽ ചെയ്യാം. അപ്പോൾ ലഭിക്കുന്നത് 250 ആണ്. അപ്പോൾ നമുക്ക് σFD 3850 എന്നും ക്യാപിറ്റൽ എൻ 250 എന്നും ലഭിച്ചു. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായുള്ള ഇക്വേഷനാണ് x⁻ = a+σFD / n. എ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത 35 ആണ്, പ്ലസ് σFD 3850 ആണ്, / n 250 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 50.4 ആണ്. അപ്പോൾ ഈ ഡാറ്റ സെറ്റിൽ നിന്നും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സിമ്പിൾ അരിത്തമെറ്റിക് മീൻ വാല്യൂ 50.4 ആണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലൂടെ ഡിസ്ക്രീറ്റ് സീരീസിൽ തന്നിരിക്കുന്ന ഡാറ്റയുടെ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായുള്ള ഇക്വേഷനാണ് x⁻ = a+σFD' / n × c. ഇവിടെ എ എന്ന് പറയുന്നത് അസ്യൂംഡ് ആവറേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് ഒരു വാല്യൂവിനെ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഡി ഡിനോട്ട് ചെയ്യുന്നത് ഡിഫറൻസ് ആണ്. തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഡി അല്ലെങ്കിൽ ഡിഫറൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. σFD എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്ന് അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസിൻ്റെ സം ടോട്ടലാണ്. എൻ സൂചിപ്പിക്കുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആണ്, അതായത് ഫ്രീക്വൻസിയുടെ സം ടോട്ടലിനെയാണ്. സി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതായത് തന്നിരിക്കുന്ന വാല്യൂസിൽ ഉള്ള കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ആദ്യത്തെ വാല്യൂ 5ഉം രണ്ടാമത്തെ വാല്യൂ 10ഉം ആണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 - 5 = 5 ആയിരിക്കും. കൂടുതലായി പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. x⁻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അതായത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലൂടെ ഡിസ്ക്രീറ്റ് സീരീസിൽ തന്നിട്ടുള്ള ഡാറ്റയുടെ സിമ്പിൾ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വാല്യൂസ് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും നൽകിയിട്ടുണ്ട്. നമുക്കൊരു ടേബിൾ ഫോം ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ കോളം പതിവ് പോലെ തന്നെ വാല്യൂസ് അല്ലെങ്കിൽ എക്സ് ആണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ നമുക്ക് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ കോളം ഫ്രീക്വൻസിയാണ്, അതായത് ഓരോ വാല്യൂവിനും കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മളവിടെ കാണിക്കുന്നത്. തേർഡ് കോളം D' ആണ്. D' കാൽക്കുലേറ്റ് ചെയ്യുന്നത് x - a / c ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അതായത് തന്നിരിക്കുന്ന വാല്യൂസിൽ നിന്നും അസ്യൂംഡ് ആവറേജ് മൈനസ് ചെയ്തതിന് ശേഷം കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ രീതിയിലാണ് D' കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർത്ത് കോളം FD' ആണ്, അതായത് ഡിഫറൻസും ഫ്രീക്വൻസിയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് FD'. ആദ്യമായിട്ട് നമുക്ക് ഒരു വാല്യൂവിനെ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് 35 ആണ്. 35നെ ഞാനിവിടെ അസ്യൂംഡ് ആവറേജ് അല്ലെങ്കിൽ A ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് D' കാൽക്കുലേറ്റ് ചെയ്യാം. D' കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ ആദ്യം നൽകിയിരിക്കുന്ന വാല്യൂ 5 ആണ്, രണ്ടാമത് നൽകിയിരിക്കുന്നത് 15 ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 15 - 5 = 10 ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഡാറ്റ എടുക്കാം. മൂന്നാമത് തന്നിരിക്കുന്ന വാല്യൂ 25 ആണ്, രണ്ടാമത് തന്നിരിക്കുന്ന വാല്യൂ 15 ആണ്. 25 - 15 = 10 ആണ്. ഇപ്രകാരം
തുടർച്ചയായി വന്നിരിക്കുന്ന വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ 10 ആയിരിക്കും. ഇനി നമുക്ക് ഡി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായി തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് അസ്യൂംഡ് ആവറേജ് ആയ 35 മൈനസ് ചെയ്ത് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്, അതായത് 10 ചെയ്യുക. അപ്പോൾ ആദ്യത്തെ വാല്യൂ 5 ആണ്. 5 മൈനസ് 35 ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡി ഡാഷ് -3 ലഭിക്കും. രണ്ടാമത്തെ വാല്യൂ 15 ആണ്. 15ൽ നിന്നും അസ്യൂംഡ് ആവറേജ് ആയ 35 മൈനസ് ചെയ്യുക. അതിനുശേഷം കോമൺ ഡിഫറൻസ് ആയ 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ -2 ആയിരിക്കും ഡി ഡാഷ് ആയി ലഭിക്കുന്നത്. ഇപ്രകാരം തന്നിട്ടുള്ള എല്ലാ വാല്യൂസിൻ്റെയും ഡി ഡാഷ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫോർത്ത് കോളമായ എഫ് ഡി ഡാഷ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് ഓരോ വാല്യൂസിൻ്റെയും കറസ്പോണ്ടൻ്റ് ആയ ഫ്രീക്വൻസി കൊണ്ട് അതിൻ്റെ ഡി ഡാഷിനെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ വാല്യൂ നോക്കാം. ആദ്യത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 ആണ്. അതിൻ്റെ ഡി ഡാഷ് എന്ന് പറയുന്നത് -3 ആണ്. 15 ഗുണനം -3 ചെയ്യുമ്പോൾ -45 അല്ലെങ്കിൽ -45 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത ഫ്രീക്വൻസി 20 ആണ്. ഡി ഡാഷ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ 20 ഇൻറ്റു -2 ചെയ്യുമ്പോൾ -40 അല്ലെങ്കിൽ -40 ആയിരിക്കും എഫ് ഡി ഡാഷ് ആയിട്ട് ലഭിക്കുന്നത്. ഇപ്രകാരം തന്നിട്ടുള്ള ഫ്രീക്വൻസികളെ ഡി ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഫ് ഡി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. അരിത്തമെറ്റിക് മീൻ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആണ്. അപ്പോൾ നമുക്ക് എ ആവശ്യമാണ്. എ നമുക്ക് 35 എന്നുള്ളത് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സി 10 എന്നുള്ളതും കിട്ടിക്കഴിഞ്ഞു. സിഗ്മ എഫ് ഡി കണ്ടുപിടിക്കണം. അതിനായി നമുക്ക് നാലാമത്തെ കോളമായ എഫ് ഡി ഡാഷ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ സിഗ്മ എഫ് ഡി ഡാഷ് 385 എന്നാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ഡി ഡാഷ് 385 എന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എൻ ആണ്. ക്യാപിറ്റൽ എൻ ഡിനോട്ട് ചെയ്യുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോളമായ ഫ്രീക്വൻസി കോളം ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 250 ആണ്. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് ഡി എന്ന് പറയുന്നത് 385ഉം ക്യാപിറ്റൽ എൻ 250ഉം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ടുള്ള ഇക്വേഷൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സി ആണ്. എ എന്ന് പറയുന്നത് 35 ആണ്. പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് 385 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 250 ആണ്. ഇൻറ്റു സി എന്ന് പറയുന്നത് 10 ആണ്. ഇപ്രകാരം കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അരിത്തമെറ്റിക് മീൻ വാല്യൂ എന്ന് പറയുന്നത് 50.4 ആണ്. 50.4. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയ അരിത്തമെറ്റിക് മീനിൻ്റെ കാറ്റഗറൈസേഷനായ സിമ്പിൾ അരിത്തമെറ്റിക് മീനിനെ കുറിച്ചാണ്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും വരുന്ന മെത്തേഡുകളെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റ് മെത്തേഡുകൾ തുടർന്നുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ടബുല റാസ എ ക്ലീൻ സ്ലേറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.